ഹായ് അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഈ റെസിപ്പിയുടെ പേര് സ്വീറ്റ് പൊട്ടാറ്റോ സ്റ്റഫ്ഡ് ചിക്കൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ മധുരക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 3 കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് പീൽ ചെയ്ത് കഷ്ണങ്ങളാക്കി വേവിക്കാൻ വെക്കാം. ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പുമാണ്. ഇവ രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ മൂടി വെച്ച് 1 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായത് ബോൺലെസ് ചിക്കനാണ്. ഞാൻ 6 സ്നാക്ക് ഉണ്ടാക്കുന്ന കണക്കിലാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ കനം കുറഞ്ഞ് 6 പീസുകൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ സോയ സോസ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് തേച്ച് പിടിപ്പിക്കാം. പിന്നെ സോസുകളെല്ലാം ഉപ്പടങ്ങിയ കാരണം ഞാൻ അഡീഷണലായി ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ചിക്കനിൽ സോസുകളെല്ലാം നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ മധുരക്കിഴങ്ങ് പാകമായിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചുകൊണ്ട് ഉടച്ചെടുക്കാം. മധുരക്കിഴങ്ങ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായി കുറച്ച് ചേരുവകൾ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ കറുകാപ്പട്ട പൊടിച്ചതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവ രണ്ടും ഫ്രൈ ആയി വന്നാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 പച്ചമുളക് അരിഞ്ഞതുമാണ്. ഇവ രണ്ടും റോ ഫ്ലേവർ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ റോ ഫ്ലേവർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സബോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സബോള ഒന്ന് വാടി വരട്ടെ, അതുവരെ വഴറ്റി കൊടുക്കാം. സബോള വഴന്ന ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നേരത്തെ ഉടച്ചെടുത്ത മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് എല്ലാം ചേർന്ന് വരുന്നത് വരെ യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് അവസാനത്തെ ചേരുവയും കൂടി ആയ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഉരുളകളാക്കി ഷേപ്പാക്കിയെടുക്കാം. ഞാനൊരു ദീർഘചതുരാകൃതിയിലാണ് കേട്ടോ ഷേപ്പാക്കുന്നത്. എന്നിട്ട് നേരത്തെ സോസ് ചേർത്ത് വെച്ച ചിക്കൻ ഇതിനു മീതെ വെച്ച ശേഷം അടുത്ത ഷേപ്പാക്കിയെടുത്ത മസാല ചിക്കനു മീതെ വെച്ച് ഒന്ന് ഫിനിഷിങ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പിയുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അങ്ങനെ മസാലയെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായി കോട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തതും 1.5 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായി മുട്ട പതപ്പിച്ചിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഓയിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോട്ട് ചെയ്തെടുത്ത മസാല ഓരോന്നായി ഫ്രൈ ചെയ്യാനായി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഈ വശം ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ ഇന്നത്തെ റെസിപ്പി ഇവിടെ കംപ്ലീറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സ്നാക്ക് സോസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി രുചിയാണ് കേട്ടോ. അതുപോലെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ്. പിന്നെ പ്രമേഹം ഉള്ളവർക്കും ഈ കിഴങ്ങ് കൂട്ടി കഴിക്കൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ. ഈ കിഴങ്ങ് കഴിച്ചത് കൊണ്ട് ഷുഗറൊന്നും കൂടില്ല. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.